വന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അടിയന്തര ലാൻഡിംഗ് റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം, ദില്ലി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കി. 5 MP-മാർ വിമാനത്താവളത്തിലുണ്ടായിരുന്നു. ആഷിൻ ഡിയാഗോ നൽകും വിവരങ്ങൾ. ആഷിൻ, എന്താണ് സംഭവം? അശ്വതി, 8 മണിയോടുകൂടി തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് ഇപ്പോൾ അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം, ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിലാണ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. 5 MP-മാരാണ് ഈ വിമാനത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. നാളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായക മീറ്റിംഗും അതുപോലെ തന്നെ മാർച്ചടക്കം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 5 MP-മാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് MP, അടൂർ പ്രകാശ്, കെ രാധാകൃഷ്ണൻ അടക്കമുള്ള MP-മാർ ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എയർ ഇന്ത്യയുടെ 2455 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത്. ചെന്നൈ വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഈ വിമാനം ഇറക്കിയിട്ടുള്ളത്. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം ഇറക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ റഡാറുമായുള്ള ബന്ധത്തിൽ തകരാറ് നേരിട്ടു. അതിനെ തുടർന്നാണ് വിമാനം ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ശ്രുതി, ഓക്കെ, അടിയന്തര ലാൻഡിംഗ് റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് തിരുവനന്തപുരം, ദില്ലി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കി എന്നുള്ള വിവരം വരുന്നത്. വിമാനത്തിൽ 5 MP-മാർ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ രാധാകൃഷ്ണൻ, റോബർട്ട് ബ്രൂസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ആഷിൻ തുടരുന്നുണ്ട്. ആഷിൻ, 5 MP-മാരടക്കം എത്ര പേരുണ്ടായിരുന്നു വിമാനത്തിൽ? 5 MP-മാർ ഉണ്ടെന്ന് പറയുന്നു. ഇതിനുശേഷം ഇതിൽ നിന്നും ഇനിയിപ്പോൾ അവർക്ക് യാത്ര ചെയ്യുന്നതിനടക്കമുള്ള കാര്യങ്ങൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം, ദില്ലി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയിരിക്കുകയാണ്. അടിയന്തര ലാൻഡിംഗ് റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്നാണ് ഈ വിമാനത്താവളത്തിൽ, ചെന്നൈ വിമാനത്താവളത്തിൽ ഡൽഹി വിമാനം ഇറക്കിയത്. വിമാനത്തിൽ 5 MP-മാർ. ഇപ്പോൾ നമുക്കൊപ്പം അടൂർ പ്രകാശ് MP ചേരുന്നുണ്ട്. ശ്രീ അടൂർ പ്രകാശ് സാർ, എന്താണ് ഇപ്പോൾ സംഭവിച്ചത് അവിടെ? തിരുവനന്തപുരം, ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കി എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഈ വിമാനത്തിൽ 5 MP-മാരാണ്. കേരള MP-മാർ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എയർ ഇന്ത്യ 2455 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. അശ്വിൻ തുടരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? ഇനിയിപ്പോൾ അവരെ മാറ്റുന്ന അടക്കം മറ്റു വിമാനത്തിലേക്ക് അടക്കം കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് തീരുമാനമുണ്ടായിരിക്കുന്നത്? വിമാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? നിലവിലിപ്പോൾ എന്തായാലും ഈ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യാത്രക്കാർക്ക് പകരം സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടില്ല. ഇതിന്റെ തകരാർ ഉടൻ തന്നെ പരിഹരിച്ച് യാത്ര തുടരാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ വിമാനം ഇപ്പോൾ അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനത്തിലായിരിക്കും ഈ 5 MP-മാർ അടങ്ങുന്ന യാത്രാസംഘത്തെ ഇവിടെ നിന്നും മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ട് അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നാളെ രാജ്യതലസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്കും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി തന്നെ